ഇപ്പോൾ കല്ലടിക്കോട് അപകടത്തിന്റെ വിശദവിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി നാട്ടുകാർക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടാകില്ല, അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഉറപ്പ് കൂടി നൽകിയതിനു ശേഷമാണ് മന്ത്രി ഇപ്പോൾ മടങ്ങിയത്. നാളെയാണ് ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് കളക്ടറേറ്റ് വേദിയാകുന്നത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും നാളെയാണ് പാലക്കാട് കളക്ടറേറ്റിൽ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം വിളിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ നടപടികൾ, ഈ റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടക്കം വിഷയം പരിശോധിച്ചുകൊണ്ട് അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതേപോലെ തന്നെ MLA-മാരടക്കമുള്ള ആളുകൾ ഈ സ്ഥലം, അപകടം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്താനുള്ള ഒരു നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടെ വളരെ ദാരുണമായ അപകടമാണ് പാലക്കാട് കല്ലടിക്കോട് നടന്നിട്ടുള്ളത്. 4 വിദ്യാർത്ഥികളുടെ മേലേക്ക് സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറുകയായിരുന്നു. തുടർന്ന് അപകടത്തിൽ 4 വിദ്യാർത്ഥികൾ മരിച്ചു. അതിൽ 3 പേരെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത്. മൊത്തം ഈ 4 വിദ്യാർത്ഥികൾ മാത്രമാണോ അപകടത്തിൽ പെട്ടത്? ഈ ഒരു അപകടത്തിന് കാരണമായ ആ ഒരു ലോറി അപകടം, അത് സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഒരു ആൺകുട്ടി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് സച്ചിൻ? നിലവിൽ 4 വിദ്യാർത്ഥികൾ മാത്രമാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ആ 4 വിദ്യാർത്ഥികളുടെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് 3 വിദ്യാർത്ഥികളെ അപകടം പറ്റിയ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയെ ഉയർത്തിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മറ്റു വിദ്യാർത്ഥി ആശുപത്രിയിൽ, മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് മരിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടുള്ളത്. ശരി സച്ചിൻ, തുടരുക. ഇപ്പോൾ എന്തായാലും ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അടക്കമുള്ളവ ഇന്ന് രാത്രി തന്നെ നടത്താനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും 4 കുട്ടികൾ മാത്രമായിരുന്നു ഈ ഒരു അപകടത്തിൽ പെട്ടത്. നേരത്തെ നാട്ടുകാർ പ്രതികരിച്ചതനുസരിച്ച് കൂടുതൽ വിദ്യാർത്ഥികളുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട 4 പേർക്കും ജീവൻ നഷ്ടമായി എന്നുള്ളത് അതീവ ദുഃഖകരമായ വാർത്തയായി നമുക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഘട്ടമാണ്.